നമ്മുടെ ജന്തർ മന്ദറിൽ പാറ്റകൾ കുത്തിയിരിക്കുകയാണ്. അവിടെ ഇരുന്നോട്ട് ആരും ശല്യം ചെയ്യേണ്ടെന്ന് കേന്ദ്ര സർക്കാർ സമരം ചെയ്യാൻ പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആയില്ല. ഞാൻ സമരം ചെയ്യാൻ പോയിട്ടുണ്ട്. പണ്ട് നമ്മുടെ പത്രപ്രവർത്തക യൂണിയൻ്റെ ഒരു പാർലമെൻറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ മനസ്സിലായത് പാർലമെൻറ്റ് എത്രയോ കിലോമീറ്റർ ദൂരെയാണ്. ഡൽഹിയിലെ പാർലമെൻറ്റ് മാർച്ച് നടത്തുന്നത് ജന്തർ മന്ദർ റോഡിലാണ്. അവർ നല്ല രീതിയാണത്. നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് സെക്രട്ടേറിയറ്റില്ല അല്ലെങ്കിൽ ദേവസ്വം മാർച്ചാണ് നമ്മൾ പെട്ടു ജനങ്ങൾ. ഇതങ്ങനെയൊന്നും അല്ല. പാർലമെന്റ് വേറെ സ്ഥലത്തുണ്ട്. നമ്മൾ ജന്തർ മന്ദറിൽ അത് സാങ്കല്പിക നമ്മൾ പാർലമെന്റ് മാർച്ച് നടത്തും. പാർലമെന്റ് അതിസുരക്ഷാ മേഖലയല്ലേ? ഒരു കാരണവശാലും ശരി, നമ്മൾ കേരള ഹൗസ് ഇതിന് തൊട്ടടുത്താണ്. ജന്തർ മന്ദർ റോഡാണ് കേരള ഹൗസ് ഉള്ളത്. അപ്പോൾ നമ്മളവിടെ സമരം നടത്തുന്നു, നമ്മൾ എണീറ്റ് പോകുന്നു, അത്രേ ഉള്ളൂ. ഇതിപ്പോ വലിയ തമാശയായി മാറി. ഈ പാറ്റ പാർട്ടിയിൽ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ആളുണ്ട്. അവിടെ പ്രതികരിക്കാൻ ആളില്ല. പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇപ്പം പാറ്റ പാർട്ടി അഭിജിത്ത് ദീപ്കെ അവിടെ നിന്ന് വന്നതാണ്, മറ്റൊരു കെജ്രിവാൾ ആകാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോൾ അദ്ദേഹം കരുതി അറസ്റ്റ് ചെയ്യുമെന്നും ജനലക്ഷങ്ങൾ എത്തി ഭയങ്കര പ്രതികരിക്കുമെന്നൊന്നും സംഭവിച്ചില്ല. അല്ല, കോടിക്കണക്കിന് ആൾക്കാർ വരുമെന്ന്, കോടിക്കണക്കിന് ഫോളോവേഴ്സ് അല്ലേ. ഈ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് കാശും മുടക്കി ഇവിടെ കയറി ഇറങ്ങി വന്നത്. അവർ വണ്ടിക്കറ്റ് വിട്ടാണെന്ന് പറഞ്ഞു. ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവർ എണീറ്റ് പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ ഇന്നസെന്റ് പറയുമല്ലോ, ശ്രീദേവി കുട്ടി ആടിക്കോളൂ എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുന്നില്ല, കുട്ടി ആടിക്കോളൂ എന്ന് പറഞ്ഞ പോലെ പാറ്റകളോട് ഇവർ പറഞ്ഞിരിക്കുക, നിങ്ങളോട് ഇരുന്നോളൂ, ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യത്തില്ല, ശല്യപ്പെടുത്തത്തില്ല, എത്ര നാൾ വേണേ ഇരുന്നോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജന്തർ മന്ദറിലെ പൊതുശുചിമുറിയിലോട്ടുള്ള വെള്ളമല്ല ഇവരും കട്ട് ചെയ്യും. അതിപ്പോൾ ആ പാടെ വിഷമത്തിൽ ആയിരിക്കാണ്. പണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളയാൻ വന്ന CPM-മാരുടെ അവസ്ഥയായോ എന്നൊരു സംശയം ഉണ്ടാവും. അല്ല, ഇതിനകത്ത് ഡെയിലി ആൾ കുറയുകയാണ്. അപ്പോൾ ഇന്നലെ ഇന്നലെ മലയാളം ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടു, ഈ സംഭവം പൊളിഞ്ഞെന്ന് പറഞ്ഞു. ആദ്യം ഭയങ്കര സംഭവമായിരുന്നു, പിടിക്കുന്നു കെട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് പോകാറായിരുന്നു. അല്ല, ഇവിടുത്തെ ചാനലുകളെല്ലാം പോയി BJP സർക്കാരിനെതിരെ വൻ പ്രശ്നമാണ് അവിടെ. ഇപ്പൊ BJP താഴെപ്പം, ഇന്ത്യ ഭരണം താഴെപ്പം, ഭരണമെല്ലാം അട്ടിമറിക്കും, പാറ്റകള് കയറി തിന്നു തീർക്കുമെന്നും പറഞ്ഞാ വന്നേ. ഉള്ള പാറ്റ എല്ലാം വിശന്നപ്പോ എണീറ്റ് പോയി. യുവമാർക്ക് ഈ 24 മണിക്കൂർ ഈ സാധനം നോക്കിയിരിക്കാനല്ലേ അറിയത്തുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് എന്താണ് ക്രിയേറ്റീവായിട്ട്. പിന്നെ അന്ന് ഉയർന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്താ, ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമാണ് ഈ ഇൻസ്റ്റായിലുള്ളത് എന്നാണ് അതിന്റെ തെളിവ് അവർ ഹാജരാക്കി. സത്യമാണല്ലോ അത്. ഇത് കണ്ട് BJP ഭയക്കുമെന്നും നരേന്ദ്രമോദി ഭയക്കുമെന്നും ഒക്കെയാണ് വിചാരിച്ചത്. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാനിരുന്നതാണ് കേന്ദ്ര സർക്കാർ. അയാൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. യുവമാര് സമരത്തിനിറങ്ങിയാണ് അയാളെ മാറ്റുന്നില്ല. അതാണ്. അല്ലെ മന്ത്രിസഭാ പുനഃസംഘടനയെ ധർമ്മേന്ദ്ര പ്രധാനെ ഒഴിവാക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ നടത്തുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ സമരം കൊണ്ടാണെന്നുള്ളത്. അല്ല, അത് ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ പത്രത്തിൽ ഈ ദീപ്കായിട്ട് ഒരു അഭിമുഖമുണ്ട് ചെറുതായിട്ട്, മനോരമയിലുണ്ട്. അപ്പോൾ അയാൾ പലതും പറയുന്നുണ്ട്, പുള്ളി പുച്ഛിക്കൊക്കെ പറയുന്നുണ്ട്, പുച്ഛിച്ചൊക്കെ പറയുന്നുണ്ട്. പരിഹാസം, ഉത്തരങ്ങളെല്ലാം പരിഹാസത്തിലാണ്. എല്ലാം വലിയ ആദർശമാണ്. അത് കണ്ടായിരുന്നോ? അതിനകത്ത് ഞാൻ വായിച്ചത്, രാവിലെ കാപ്പി കുടിക്കാൻ സമയമായി, എല്ലാവരും പോയി സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി കാപ്പി കുടിക്കൂ എന്നാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം. അല്ലാതെ സോറോസിന്റെ പൈസ വന്നിട്ടില്ല. ഒരു കുത്തുവാക്കുണ്ട്, സോറോസിന്റെ പൈസ വന്നിട്ടില്ല. എല്ലാവരും സ്വന്തം ചെലവിൽ കാശ് മുടക്കി കാപ്പി കുടിക്കും. 2 ദിവസമൊക്കെ കുടിക്കും, 3ാമത്തെ ദിവസം എന്തിനു വേണ്ടിയാണ് ഇവിടെ സമരം നടത്തുന്നത് പങ്കെടുക്കാൻ വന്നവർക്ക് പോലും അറിയില്ലെന്നാണ് പറയുന്നത്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണെന്നുള്ളത്. ഈ നമുക്കറിയാമല്ലോ, ആം ആദ്മി പാർട്ടിയുടെ പിറവി 2011-12 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് ഇതുപോലെയായിരുന്നല്ലോ, കേന്ദ്ര സർക്കാരിനെതിരെയും അഴിമതിക്കെതിരെയാണ് അവർ വന്നിട്ട് അവർ നടത്തിയ പ്രധാനമായിട്ടും ഡൽഹിയിലെ അഴിമതി ഭരണത്തിനെതിരെ. അന്ന് ഈ ജന്തർ മന്ദറിലാണ്. പക്ഷെ അതിനൊരു നേതാവ് ഉണ്ടായിരുന്നു, അത് ഇദ്ദേഹമായിരുന്നു, അണ്ണാ ഹസാരെ. ഈ അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആള്. പക്ഷെ അവസാനം രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാർ രൂപീകരിക്കാൻ പോയ പുള്ളി പറഞ്ഞു, ഞാൻ ഇതിന് പറഞ്ഞിട്ടില്ലായിരുന്നു. അതെ, സമരം ചെയ്യണം, ഓക്കെ, അല്ല നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, നിങ്ങൾ അധികാരം പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ പുള്ളി അധികാരത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ അണ്ണാ ഹസാരെ അതിൽ നിന്ന് വിട്ടല്ലോ. അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്തത്. ആശയം അണ്ണാ ഹസാരെ, ആള് കൂടിയതും എല്ലാം സോഷ്യൽ മീഡിയ വഴിയായിരുന്നു അതിന്റെ ഒരു പ്രധാനം. അന്ന് പക്ഷേ സോഷ്യൽ മീഡിയ ഇതുപോലെ ശക്തമല്ല. എങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയ വിപ്ലവത്തിന്റെ തുടക്കത്തിൽ IT ഫീൽഡ്, പിന്നെ എല്ലാ മേഖലയിൽ നിന്നും ആളെത്തിയിരുന്നു. IRS, IFS, IAS, അങ്ങനെ എല്ലാ സിവിൽ സർവീസിൽ നിന്നും താഴത്തെ IT മേഖല, അഭിഭാഷകന്മാർ, എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. തൂപ്പുകാരൻ മുതൽ പ്രൊഫഷണൽസ് വരെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നു. ആ സംഭവത്തിന് ഒരു വലിയ മാസ് മൂവ്മെന്റ് ആയിട്ട് ഏറ്റെടുത്തു. പക്ഷെ പിന്നീട് അത് BJP സ്പോൺസേർഡ് ആണെന്ന് പറഞ്ഞ് വലിയ ഒരു ആരോപണം വന്നു. മാത്രമല്ല ഇത് RSSന്റെ B ടീമാണ്, ഒന്ന് BJP, രണ്ടാമത്തേവരാണെന്നൊക്കെ വരെ പറഞ്ഞു. അതെ, അവർ BJP ശ്രീരാമനെ മുന്നിൽ നിർത്തിയപ്പം ഇവർ ഹനുമാൻ ചാലിസ നടത്തി. അതെ, അപ്പൊ അതൊക്കെ പറഞ്ഞ പാവപ്പട ഇവരെന്തോ അടുത്ത ബാച്ചാണ്
പക്ഷെ ഇതുകൊണ്ട് ആത്യന്തിക നേട്ടം ഉണ്ടായത് BJP ക്ക് തന്നെയാണ്. അത്രേ ഉള്ളൂ. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഡൽഹിയിലെ ഭരണം BJP ക്ക് കിട്ടി. ആദ്യമൊക്കെ ഇവർ പിടിച്ചാൽ ഇപ്പൊ അവരെ കൈ പോയില്ലേ. അല്ല, മാത്രമല്ല ഇവർക്ക് സംഭവിച്ച ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഒരുത്തം മറ്റവൻ അംഗീകരിക്കാത്ത കക്ഷികളാണ് ഈ വന്നവരല്ല, ഇവന്മാർ തമ്മിൽ പ്രശ്നമായി. ആരുടെ വലുതെന്നുള്ള പ്രശ്നം. ഒരുത്തം ഞാൻ IRS എന്ന് പറയും, മറ്റേ ഞാൻ IAS ആണെന്ന് പറയും. അങ്ങനെ പിന്നെ ഈ ആദർശശുദ്ധി പറഞ്ഞ കെജ്രിവാൾ ജയിലിൽ പോയിട്ട് ജയിലിൽ കിടന്ന് പഠിച്ചു. അവിടെ കിടന്നു മറ്റേ ശ്രീരാമ പാതുകാഭിഷേകം നടത്തിയെന്ന് പറഞ്ഞ പോലെ ആരാ ഭരതനല്ലായിരുന്നു, ശ്രീരാമന്റെ പാതുകം വെച്ച് അവിടെ കൊണ്ടുവച്ചു അദ്ദേഹത്തിന്റെ പാതുക പട്ടാഭിഷേകം പറഞ്ഞ പോലെ ഇദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഭാര്യ മുഖേന ഭരിച്ചു. വലിയ ആദർശവാദിയാണ്. അതോടുകൂടി അത് തീർന്നു. പിന്നെ ദാ ഇപ്പൊ കിടക്കുന്നു, പഞ്ചാബിലുണ്ടായിരുന്നു, പകുതി ആരും കൊണ്ടുപോയി, പകുതി BJP കൊണ്ടുപോയി. ബാക്കി എല്ലായിടത്തും ഇപ്പൊ ഏതാണ്ട് അവസ്ഥയിലായി, ഒരു വല്ലാത്ത ഗതികേടിലുമായി, ഇത് തീരാറായി. ഏതാണ്ട് ആ സ്ഥലത്ത് ഒരു സ്പേസിലോട്ടാണ് ഇപ്പൊ ഈ അഭിജിത്ത് ദീപ്കയുടെ ഇതിനും ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് നമ്മുടെ DYFIക്കാരാണ്. അത്രേ ഉള്ളൂ. അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാന്നുള്ളതാണല്ലോ. അതാണ് നമ്മൾ ഏറ്റവും രസമുള്ള കാര്യം. എന്തെങ്കിലും ഒരു കാര്യം, ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം ആര് കൊണ്ടുവന്നാലും അതിന് ഇവർ പിന്തുണയ്ക്കും. ഡൽഹിയിൽ ഇത്തരം വിഷയങ്ങൾ BJPക്കെതിരെ വരും. ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഈ MA ബേബി ഡൽഹിയിൽ അന്ന് പോലീസ് വിളിച്ചുകൊണ്ട് 52 കിലോമീറ്റർ അപ്പുറത്തുണ്ട് ഇറക്കിവിട്ടല്ലോ. അപ്പോൾ അത് ഇങ്ങനെ നടക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പഴയ SFI സുഹൃത്തിനെ കണ്ടുമുട്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിന്റെ കാരണം വിശദീകരിച്ചു. അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞ മറ്റൊരു പഴയ ഏറ്റവും പഴയ നേതാവാണ്. താത്വികമായി പറഞ്ഞാൽ ഒരു സായുധ വിപ്ലവം ഉണ്ടായി എങ്ങനെ പോലീസിന്റെ അടി പ്രതിരോധിക്കാം എന്നുള്ളതാണ്. പോലീസ് നമ്മളെ പല രീതിയിൽ അടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ വെക്കണം. അതിനുശേഷം തലക്കാണ് അടി വരുന്നതെങ്കിൽ 2 കൈയും കൊണ്ട് കടന്നതിന് ശേഷം 2 കൈ തല ഇങ്ങനെ പിടിക്കുക. കാരണം എന്താന്ന് ചോദിച്ചാൽ അടി കൊണ്ട് തലയുടെ ഇടപാട് തീരും. അല്ലെങ്കിൽ ഇതാണ് ഇവരുടെ ആ ഒരു കൊണ്ട് പാവങ്ങളെ കൊല്ലാൻ പറഞ്ഞു വെച്ചിട്ട് അതിന്റെ വേറെ പോലീസിന്റെ അടി വരുമെന്ന് ഭയന്നാണ് ബേബി സഖാവ് പെട്ടെന്ന് ഇത് ഇങ്ങനെ കുളിച്ചു വരുന്ന പെണ്ണുങ്ങൾ പുരുഷന്മാരെ കാണുമ്പോൾ പെട്ടെന്ന് വെക്കുന്നത് പോലെ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഇന്നലെയാണ് നമുക്ക് മനസ്സിലായത്. നമ്മുടെ ഞങ്ങളൊരു പഴയ സഖാവ് കണ്ടുപിട്ടി. ഒരു ഗോറില്ല യുദ്ധമുറയാണ് ഇത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. ഇവരെയൊക്കെ സീനിയർ ബേബിയുടെ സമകാലികനായ ഒരു നേതാവായിരുന്നു. എന്തുകൊണ്ട് ബേബി ഇങ്ങനെ നടന്നു എന്നുള്ള കാര്യം അതാണ്. ഇതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ നടന്നത്. നമ്മൾ വിചാരിച്ചു ഇദ്ദേഹം ഒരു പ്രത്യേകതര അടി വന്നാൽ എങ്ങനെ തടയണം, പ്രായം നല്ല പ്രായം, അടി കിട്ടിയ കൈയൊക്കെ ഒടിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നിന്നത്. എന്താണെങ്കിലും ഇവരെ അടിയേക്കാളും വലിയ ശിക്ഷയാണ് കൊടുത്തത്. 52 കിലോമീറ്റർ ദൂരം. അതിനകത്ത് അവിടെ ജയിക്ക് മുടി വെട്ടിയിട്ടൊക്കെ പോയി. പക്ഷെ ജയിക്കിനെ എല്ലാവരും കണ്ടുപിടിച്ചു. ജയിക്കിന്റെ മുഖമൊക്കെ മാറിപ്പോയിരുന്നു, പക്ഷെ എല്ലാവരും കണ്ടുപിടിക്കുന്നു. എന്താണെങ്കിലും ഈ കോക്രോച്ച് പാർട്ടിയുടെ ആദ്യത്തെ പരിപാടി തന്നെ ചീറ്റിയിരിക്കുകയാണ്. കാരണം ഇവർ സോഷ്യൽ മീഡിയ സ്ട്രെങ്ത് കണ്ടുകൊണ്ട് തെരുവിലിറങ്ങാൻ നിന്നതാണ്. നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ് നമ്മുടെ യുവസമൂഹം. നമ്മളും അത് തന്നെ. നമ്മൾ 24 മണിക്കൂർ ഈ സോഷ്യൽ മീഡിയയിലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജോലിയുടെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നത്. പക്ഷേ ഈ യുവസമൂഹം അങ്ങനെയല്ല. അവർ ഫുൾ ടൈം സോഷ്യൽ മീഡിയ എൻഗേജ്ഡ് ആണ്. അവർ ഇതിൽ നിന്ന് തല ഉയർത്തുന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ ആ സമയത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ കുറേ പേര് ഇതിന് സിന്ദാബാദ് വിളിച്ചു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സ്വന്തം കയ്യിലിരിക്കുന്ന കാശും മുടക്കി യന്ത്രമന്ത്രി വന്ന് കിടന്ന് ഈ കൊടും ചൂടത്തോ, കടുത്ത ചൂടാ അവിടെ രാത്രിയിൽ പോയത്. കടുത്ത ഇടയ്ക്ക് മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം കടുത്ത ചൂടാണ്. നമ്മുടെ അവിടെ വന്ന് കിടന്ന് കൊതുകടി കൊണ്ട് പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാതെ വലയേണ്ട വല്ല കാര്യവും. പക്ഷേ LDF സർക്കാരാണ് ഭരിച്ചിരുന്നത് എങ്കിൽ കേരള ഹൗസ് തുറന്നു കൊടുക്കുമായിരുന്നു. അതെ, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ ബാത്റൂം നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഭക്ഷണം പെടുന്ന വേണമെങ്കിൽ സർക്കാർ ചിലവിൽ പ്രൊവൈഡ് ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞേനെ. പക്ഷെ ഇവിടെ എന്ത് പറ്റി? അതും പോയി. ഇവരെ എങ്ങനെയെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ ഒന്ന് രാജിവെക്കണമെന്നാണ് ഇവരുടെ പ്രാർത്ഥന. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല, എന്നാൽ ഞങ്ങൾ എണീറ്റ് പോയില്ല. വേണ്ട, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ എന്നാണ് ഇപ്പോൾ അവിടെ ഡൽഹി പോലീസ് പറഞ്ഞത്. എത്ര നാൾ വേണേലും നിങ്ങൾ ജന്തർ മന്ദർ ഇരുന്നോ, കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നവർ പറഞ്ഞു. പിന്നെ ഇവര് പറഞ്ഞേട്ടോ, ഇവരെ കായികമായി നേരിടാതിരുന്നത് ഭയന്നിട്ടാണ്. അതായത് ഈ വിഷയം ഉണ്ടാക്കി ഇത് കൂടുതൽ ഇതാക്കി ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. എന്ത് കാര്യത്തിനാണ്? ഇതിനെ ഹിറ്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വിശക്കുമ്പോൾ എണീറ്റ് പൊക്കോളും. 2 ദിവസം കഴിയുമ്പോൾ നല്ല വിഭവസമൃദ്ധമായ പണിയെടുത്തില്ലേ കാശ് കൈ കാണത്തില്ല. ഇനി വല്ല വീട്ടുകാരെങ്കിലും അയച്ചു കൊടുക്കണം. ഈ പറഞ്ഞ പോലെ സോറോസിന്റെ പൈസ വന്നിട്ടുണ്ടോന്നും അറിയില്ല. സോറോസിന്റെ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിരിക്കണം വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇല്ല എന്ന് പറയുമ്പോഴേ എന്തായാലും പാറ്റകളുടെ ആദ്യ ആക്രമണം ഒരു ഹിറ്റും അടിക്കാതെ തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഫ്ലോപ്പായി മാറി. അമിത്ഷാ റെഡിയായി കൊടുത്തിട്ടുണ്ട്.